CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് വിലക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പി.കെ. ശ്രീമതി ടീച്ചർ. മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കണമെന്നും ടീച്ചർ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇന്ന് രാവിലെയാണ് കുറേ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ പറയുന്നത്? സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ. നേതൃയോഗങ്ങളിൽ വിലക്കേർപ്പെടുത്തി എന്നുള്ള തരത്തിലായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് ശ്രീമതി ടീച്ചർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് ഇളവ് നൽകിയത് എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി.കെ. ശ്രീമതി ടീച്ചർ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി.കെ. ശ്രീമതി ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കാൻ തയ്യാറാകണമെന്നും പി.കെ. ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷമി, സന്തോഷാണ് വിവരങ്ങൾ. സന്തോഷ് തുടരുകയാണ്. സന്തോഷ്, ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ കുറേയധികം മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത നൽകിയിരുന്നു. അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ പടച്ചു വിടുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ടീച്ചർ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ വാർത്ത പിൻവലിക്കണമെന്നാണ് ശ്രീമതി ടീച്ചർ ആവശ്യപ്പെടുന്നത്. സന്തോഷ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് വിലക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പി.കെ. ശ്രീമതി ടീച്ചർ പറഞ്ഞു. മാധ്യമങ്ങൾ ഈ വാർത്ത പിൻവലിക്കണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ചില മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ടീച്ചർക്ക് വിലക്കേർപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു വാർത്ത. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.